നമ്മൾ ആദ്യം പോകുന്നത് കൊച്ചിയിലേക്കാണ്. ഇന്നൊരു സുപ്രധാനമായ ദിനമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശനം. അടുത്തിടെ പല ദിവസങ്ങളായി അദ്ദേഹം കേരളത്തിൽ വന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള പ്രതീക്ഷകളുമുണ്ട്, അതിനേറെ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. മറ്റൊന്നുമല്ല, കേരളം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതിന് തൊട്ട് മുമ്പിലാണ് പ്രധാനമന്ത്രി വന്നു പോകുന്നത്. പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം മറ്റൊരു സൂചന കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശന പരിപാടി കഴിയുന്ന മുറയ്ക്ക് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായേക്കാം. അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനമാണ്. മറ്റ് സംസ്ഥാനങ്ങളുടെ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ആ പ്രഖ്യാപനം വരുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. അതിനു മുമ്പ് പ്രധാനമന്ത്രി വന്നു പോകുമ്പോൾ അദ്ദേഹം കേരളത്തിൽ നടത്താൻ പോകുന്ന രാഷ്ട്രീയ നീക്കം എന്ത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര സർക്കാരിൻ്റെ അനുബന്ധമായ ചില പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും ഇതൊക്കെ അദ്ദേഹം നിർവഹിക്കുന്നുണ്ട്. അതിനുമപ്പുറം അദ്ദേഹം ഇന്ന് ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ ധീവരസഭയുടെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ്. പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ ഈ വേദിയിൽ നടക്കുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യം. എന്താണ് BJP കേരളത്തിൽ ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ നീക്കം? പ്രധാനമന്ത്രിയുടെ ആഗമന ലക്ഷ്യമെന്താണ്? പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ്? എന്ത് രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് പ്രധാനമന്ത്രി തുടക്കമിടാൻ പോകുന്നത്? ഏറെ നിർണായകമാണ്. ഇതിനിടയിൽ സംസ്ഥാന സർക്കാർ അവിടെ ഇന്ന് നടക്കുന്ന ഔദ്യോഗിക പരിപാടി, കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികൾ സംസ്ഥാന സർക്കാരിന് അവഗണന എന്ന വാർത്തകളും വരുന്നു. സംസ്ഥാന സർക്കാർ ബഹിഷ്കരിക്കുകയാണ് പരിപാടി. വളരെ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കും ചർച്ചകൾക്കും ഇന്ന് കൊച്ചി വേദിയാവുകയാണ്. ഇന്ന് പൂർണ്ണമായും നമുക്ക് കൊച്ചിയുടെ രാഷ്ട്രീയത്തിലേക്ക്, കൊച്ചിയിൽ നടക്കുന്ന ഈ നീക്കങ്ങളിലേക്ക് പൂർണ്ണമായും എത്താം. എന്താണ് കൊച്ചിയുടെ മുഖം? എന്താണ് അവിടെ BJP പ്രവർത്തകരൊക്കെ എത്തിയോ? നമുക്ക് പരിശോധിക്കാം. കൊച്ചിയുടെ കാഴ്ചകളിലേക്ക് പോവാം. നമുക്ക് നോക്കാം. പ്രധാനമന്ത്രി 11:30 എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ സന്ദർശന പരിപാടികൾക്ക് കൃത്യമായ സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു റോഡ് ഷോ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ സമയക്രമങ്ങൾ. എന്താണ് പരിപാടികൾ നോക്കാം നമുക്ക് വിശദമായി. കലൂരിലുണ്ട് എൽദോ പോൾ പുതുശ്ശേരി, ഒപ്പം തന്നെ നവമി ദിനേശ്. എൽദോ ആൻഡ് നവമി, എന്താണ് കൊച്ചിയുടെ രാഷ്ട്രീയം? ഒപ്പം നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള ചില രാഷ്ട്രീയ ചർച്ചകളിലേക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം വഴിമാറിയിട്ടുണ്ട്. ചില വിവാദങ്ങളാണ് കടന്നു വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനമൊക്കെ എൽദോ, നവമി അവിടെ കണ്ടു തുടങ്ങിയോ? അതിന്റെ ഒരു പ്രതിഫലനം കണ്ട് തുടങ്ങിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയി വരുന്നു അല്ലേ. പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകർ എത്തുമ്പോൾ അവരുടെ പ്രവർത്തകരുടെ നേരത്തെ പ്രതികരണം ചോദിച്ചപ്പോൾ അതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുള്ള പ്രതികരണങ്ങളാണ് എന്ന് പറഞ്ഞൊഴിയുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരു പ്രതികരണം ആരും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയൊരു സന്ദർശനമായി തന്നെ ഈ കൊച്ചി സന്ദർശനം മാറ്റും എന്നുള്ള പ്രഖ്യാപനമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ BJP അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം നടത്തിയത്. ആ തരത്തിലുള്ള ഒരുക്കങ്ങൾ ഇവിടെ പൂർണ്ണമാണ് എന്ന് പറയാതിരിക്കുക വയ്യ. പ്രവർത്തകർ ഒന്നൊന്നായി പല ബസ്സുകളിലായി പലയിടങ്ങളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്ലേ നവമി? അതെ എൽദോ, രാവിലെ മുതൽ തന്നെ നമ്മൾ 7 മണിക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ പ്രവർത്തകർ ഓരോ ഇടങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ വലിയ ആവേശത്തിലാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ച് പ്രധാനമന്ത്രി വരുമ്പോൾ ഒരല്പം ഇരട്ടി സന്തോഷമാകുന്നു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിനെ ഏത് വിധത്തിൽ നേരിടണം, എന്തൊക്കെയായിരിക്കും ഈ അജണ്ട, NDAയുടെ അജണ്ട, ഇക്കാര്യങ്ങളായിരിക്കും ഇന്ന് വരുന്ന ഈ BJP പരിപാടിയിൽ പങ്കെടുക്കും, NDAയുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ പ്രധാനമന്ത്രി പറയുന്നത്. അതോടൊപ്പം തന്നെ BDJSന്റെ തുഷാർ വെള്ളാപ്പള്ളി ഉണ്ടാകും. അതോടൊപ്പം തന്നെ 2020യും ആദ്യമായിട്ട് ഈ മോദിക്കൊപ്പം ഒരു വേദിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് ആദ്യമായല്ല, തിരുവനന്തപുരത്ത് പങ്കെടുത്തിരുന്നു. എങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട വേദി NDAയുടെ പരിപാടിയാണ്. നമുക്ക് ഉള്ളിലേക്ക് ഇവിടെ ഒരുപാട് പ്രവർത്തകരുണ്ട്. സജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഒരുപക്ഷെ ഉടനുണ്ടാകാം. ആ ഒരു സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിസിറ്റായി പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തെ കാണണമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് പ്രവർത്തകർ ഇപ്പോൾ തന്നെ, ഒരുപാട് വളണ്ടിയേഴ്സ്, ഇവരൊക്കെ BJPയുടെ NDAയുടെ വളണ്ടിയേഴ്സ് ആണ്. അവർ എത്തുന്ന പ്രവർത്തകരെ നിയന്ത്രിക്കുന്നതിനായൊക്കെ ഇതിനോടൊപ്പം തന്നെ ഇവിടെ സജ്ജമായിട്ടുണ്ട്. എന്നാണെങ്കിലും ഈ വേദിയിലൂടെയാണ്, അല്ലെങ്കിൽ ഈ കവാടത്തിലൂടെയായിരിക്കും സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്ക്, ജനങ്ങൾക്ക് ഉള്ളിലേക്കുള്ള പ്രവേശനം. എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണോ പ്രധാനമന്ത്രി വരുന്നത്? എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. ഇപ്പോൾ ഉള്ളില് പിന്നെ പോലീസുകാരെ കുറച്ച് ചെക്കിങ്ങും കാര്യങ്ങളായിട്ട് ഉള്ളില് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ബാക്കി എല്ലാം സജ്ജമാണ്. ഈ പ്രവർത്തകർ എന്ന നിലയിൽ പ്രധാനമന്ത്രി വരുമ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. നിങ്ങളുടെ ഒരു ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടാവില്ല, ചില ആഗ്രഹങ്ങളെങ്കിലും? പിന്നെ നല്ല സന്തോഷത്തിലാണ്. കാരണം ഇപ്രാവശ്യം ഇവിടെ താമര വിരിയും. എറണാകുളത്തും തൃശ്ശൂരും ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഉടനീളം പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പ്രവർത്തനത്തിൽ എല്ലാവരും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പദ്ധതി നമ്മൾ പ്രതീക്ഷിക്കുന്നു? പ്രത്യേകിച്ച് ബജറ്റിലടക്കം കേരളത്തെ തഴഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സാധാരണക്കാരെല്ലാവരും പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. അത് എന്തായാലും ഉണ്ടാവും തന്നെയാണ് വിശ്വാസം.
ഈ വലിയ നിശ്ചിതമായിട്ട് വിമർശനം പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം എക്സ്പോസ്റ്റോട് നടത്തിയിരുന്നു UDF LDF ഭരണത്തിനെതിരെ. അപ്പോൾ അതിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു മുന്നൊരുക്കവുമായി NDA ഉണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രിയുടെ ഉറപ്പ്. അപ്പോൾ നിങ്ങൾ തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് മാറ്റം തുടങ്ങാം, വികസിത കേരളം മോദിക്കൊപ്പം എന്നുള്ളതാണ്. അപ്പോൾ ഒരു മാറ്റത്തിന്റെ നാന്ദി ഇവിടെ കുറിക്കുന്നു എന്നാണോ? അതെ, മാറ്റം കുറച്ച് നാളുകളായിട്ടുണ്ട്, മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വരവോട് കൂടിയിട്ട് രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ എല്ലാ ജനങ്ങളും മോദിക്കൊപ്പം നേരും. തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? പിന്നെ ഞങ്ങൾ വളരെ മുന്നേ തുടങ്ങി, എല്ലാവർക്കും മുന്നേ തുടങ്ങി. കേരളത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഞങ്ങൾ മുന്നിലാണ് പ്രവർത്തനത്തിൽ. അതോടൊപ്പം തന്നെ ഈ ദേശീയപാത ഉദ്ഘാടനം ഇന്ന് നടക്കുന്നുണ്ട്. അതിൽ സംസ്ഥാന സർക്കാരിനെ തഴഞ്ഞു എന്നൊരു കാര്യമുണ്ട്. സംസ്ഥാന സർക്കാരും ഈ ദേശീയപാതയിൽ വികസനത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടില്ലേ? പക്ഷേ പല കാര്യങ്ങളും ഇപ്പോൾ കേന്ദ്രത്തിന്റെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ കേരളത്തിന്റെ ഇവരെ പദ്ധതികൾ ആനുകൂല്യങ്ങൾ വാങ്ങിച്ച് പലതും ചെയ്യുമ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ഇപ്പോൾ തൃശ്ശൂരിലെ പരിപാടികളിൽ ഫ്ലക്സിൽ പോലും മുഖം വെക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും നടത്തില്ല. രാഷ്ട്രീയ മാനം മാത്രമാണെന്നാണ് പ്രതികരണം അല്ലേ? ഓക്കെ, എന്നാൽ നമുക്ക് അവിടെ നമുക്ക് കുറച്ച് വനിതാ പ്രവർത്തകരുണ്ടെന്ന് തോന്നുന്നു. ഇവരുടെ ഒരു ആവേശമാണല്ലോ നമുക്ക് അറിയേണ്ടത്. എങ്ങനെയാണ്, ആവേശത്തിലാണോ? പിന്നെ തീർച്ചയായിട്ടും ആവേശം ചോരാതെ രാവിലെ 7 മണി തൊട്ട് ഞങ്ങൾ ആവേശത്തോടു കൂടി തന്നെയാണ്. ഈ ആവേശം എവിടുന്ന് വരുന്നത്? എവിടുന്ന് സ്ഥലം എവിടെയാണ്? അരൂർ മണ്ഡലം. അരൂരിൽ നിന്ന് ഒരുപാട് പേര് രാവിലെ തന്നെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. ഞങ്ങൾ തന്നെയായിരുന്നു രാവിലെ ഉണ്ടായിരുന്നു. സംസാരിച്ചിരുന്നല്ലേ? ഓക്കെ, അപ്പോ ഈ പ്രവർത്തകരൊക്കെ ഇനി ഒരുപാട് പേര് എത്തിച്ചേരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. വരുന്നുണ്ട്, ഒത്തിരി പേര്. ഓക്കെ, 1,00,000 പ്രവർത്തകരെ ഇവിടെ സംഘടിപ്പിക്കും. മോദിയുടെ റോഡ് ഷോ അടക്കമുണ്ട്. അപ്പൊ 1,00,000 പ്രവർത്തകരെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വലിയൊരു ആഘോഷമായി തന്നെയാണ് ഈ പാർട്ടി ഈ ഒരു പരിപാടിയെ മുന്നോട്ട് വെക്കുന്നത്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പും കൂടി മുന്നിൽ നിൽക്കുമ്പോൾ. അതോടൊപ്പം തന്നെ ചില കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കൂടി ഇത്തവണ പ്രഖ്യാപിക്കുന്നുണ്ട് മോദി. നമുക്ക് അതിന്റെ ഒരു വിശദാംശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 2,650 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച മുംബൈ കന്യാകുമാരി എക്കണോമിക് കോറിഡോറിന്റെ ഭാഗമായുള്ള തലപ്പാടി ചെങ്കള സെക്ഷൻ ദേശീയപാത 6-വരിപ്പാത, അതോടൊപ്പം തന്നെ 2,140 കോടി രൂപ ചിലവിൽ വെങ്ങളം മുതൽ രാമനാട്ടുകര വരെയുള്ള 6-വരി പാതയായി നവീകരിച്ച കോഴിക്കോട് ബൈപ്പാസ്. ഇതിനൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രധാനമന്ത്രി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പ്രകാരം 23 ഗ്രാമീണ റോഡുകൾ തുടങ്ങിയ പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഷൊർണൂർ ജംഗ്ഷൻ, കുറ്റിപ്പുറം, ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളുടെയും നമുക്ക് ഒരുപാട് 2020 പ്രവർത്തകർ NDAയുടെ ഈ വേദിയിലേക്ക് എത്തുകയാണ്. നിങ്ങൾ എല്ലാവരും 2020 പ്രവർത്തകരാണല്ലേ? എവിടെ നിന്നാണ് വരുന്നത്? കിഴക്കമ്പലാണോ? മഴവന്നൂര്. ഞാൻ മഴവന്നൂർ പഞ്ചായത്താണ് കേട്ടോ. ഞാൻ കടക്കിനാടാണ്. ഓക്കെ, ശരി. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഈ വേദിയിൽ ഇവിടെ ഭരണം പിടിക്കും? അത്രേ ഉള്ളൂ. 2020 NDA ഭരണം പിടിക്കും. 2020 എത്ര സീറ്റ് കിട്ടാൻ സാധ്യത? 10 സീറ്റ്. 10 സീറ്റ് കിട്ടോ? എവിടുന്ന, ഏത് ജില്ലയിൽ? എറണാകുളം ജില്ല. സംസ്ഥാന സർക്കാരിന്റെ ഹെഡ് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇനിയിപ്പം മുഖ്യമന്ത്രിന്റെ മരുമകനെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് എവിടെ എഴുതിയിട്ടില്ല. അത് അവർക്കൊരു പ്രശ്നമാണെങ്കിൽ ആയിക്കോട്ടെ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രകാരം ഒരു പ്രോട്ടോകോൾ പ്രകാരം ഹെഡ് ഓഫ് സ്റ്റേറ്റ് മുഖ്യമന്ത്രിനെ വിളിക്കുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എത്രയോ പ്രോഗ്രാം ഇന്ന് പ്രഖ്യാപിക്കുന്നു, ഇനോഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ മുഖ്യമന്ത്രിനെ വിളിച്ചു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിനൊപ്പം മരുമനും കുടുംബം എല്ലാം വിളിക്കണമെന്ന് എവിടെ എഴുതിക്കുന്നത്? അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അത് മുഖ്യമന്ത്രിയല്ലേ തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ഒപ്പം ആര് വരണം മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ. എന്താ പ്രശ്നം മനസ്സിലാവുന്നില്ല. മുഖ്യമന്ത്രി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.